എല്ലാവർക്കും വന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തി. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചന ശ്രോതാക്കളെയാണ് കർത്താവ് ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാമിന് വേണ്ടി തന്നത്. വളരെ താല്പര്യത്തോടെ എവിടെ ചെന്നാലും ഞങ്ങൾ ഈ പ്രോഗ്രാം വളരെ സന്തോഷത്തോടെ എന്നും കാണുന്നു എന്ന വാർത്തകളൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനമാണ് അത്. ഏകദേശം കോവിഡ് കാലത്താണ് നമ്മളിങ്ങനെ ഈ പ്രാർത്ഥന ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഇത് മുടങ്ങാതെ നടക്കാൻ കാരണം നിങ്ങളുടെ അഭിനന്ദന വാക്കുകളാണ്. അഭിനന്ദനം ഒത്തിരി പേർക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ ഊർജം കൊടുക്കും. അഭിനന്ദനത്തിന് പഞ്ഞം ആയി പോകരുത്. മലയാളി അഭിനന്ദിക്കാൻ വളരെ പുറകിലും വിമർശിക്കാൻ വളരെ മുൻപിലുമാണ്. നമുക്കതിനെ തിരിക്കാം. ജഡം കൊണ്ട് വിമർശിക്കുന്ന ഈ ലോകത്തിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം പെരുകുമ്പോൾ ആത്മാവ് കൊണ്ട് അഭിനന്ദിക്കുവാൻ നമുക്ക് കൂടുതൽ ബലവും കൃപയും കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കാം. അഭിനന്ദിക്കണമെങ്കിൽ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം വേണം. വിമർശിക്കാൻ യാതൊരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും ആവശ്യമില്ല. എന്ത് കേട്ടാലും അതിനെതിരെ അങ്ങോട്ട് പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിച്ച് മറ്റുള്ളവരെ കളിയാക്കാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു വ്യക്തിയെ അഭിനന്ദിക്കുവാൻ, അവൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവശക്തി വേണം, ദൈവകൃപ വേണം. ഏത് നമ്മൾ തിരഞ്ഞെടുക്കും? അതുകൊണ്ട് വിമർശനമായ മറ്റുള്ളവരെ പരിഹസിക്കുന്നതൊന്നും നമ്മൾ ആരയച്ചു തന്നാലും ഷെയർ ചെയ്യരുത്. അങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള കണക്ഷനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. നമുക്ക് വേണ്ടത് ദൈവികമായ ചലനങ്ങളാണ്, സ്വർഗീയമായ ചലനങ്ങൾ. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു അതെല്ലാം നമുക്ക് ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമായി തീരുവാൻ, മറ്റുള്ളവർക്കൊരു ഉണർവും ആനന്ദവുമായി തീരുവാൻ നമ്മുടെ ചെറിയ ആയുസ്സിനെ നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ റോമാലേഖനം 2-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിത്യജീവനുണ്ട്. എന്നാൽ ജാതികൾക്ക് ന്യായപ്രമാണമില്ല. എന്നാൽ അവരുടെ മനസാക്ഷിയിൽ അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ചെയ്താൽ തെറ്റാണ്, നമുക്കത് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അറിയില്ലെങ്കിലും ബൈബിളുമായി ബന്ധമില്ലെങ്കിലും അവരുടെ മനസാക്ഷിയിൽ നന്നായിട്ട് ജീവിച്ചു. അങ്ങനെ ജീവിച്ച വ്യക്തികളിൽ ഒരാളാണ് കൊർന്നല്യോസ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനെ കാണാം. കൊർന്നല്യോസ് വളരെ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചത് അദ്ദേഹം ന്യായപ്രമാണം വായിച്ചത് കൊണ്ടല്ല. കൈസരയിൽ 1-ാം വാക്യം എങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തി 10:1. കൈസരയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിച്ചും പോന്നു. നോക്കണേ, സകല കുടുംബത്തോടു കൂടി ദൈവത്തെ ഭയപ്പെട്ടു. അവൻ വളരെ ഭക്തനായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. മാത്രമല്ല വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, വളരെയധികം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു, സകല കുടുംബത്തോടുകൂടി. ഇനി മക്കൾ, കൊച്ചുമക്കളുണ്ടെങ്കിൽ കൊച്ചുമക്കൾ എല്ലാവരെയും ദൈവഭക്തിയിലാണ് അവർ വളർത്തുന്നത്. ഭക്തിയിൽ വളർത്തുമ്പോൾ കൊച്ചുങ്ങൾ ചോദിക്കുന്നുണ്ട്, ദൈവം ആരാണ്? മക്കളെ, ഒരു ദൈവമുണ്ട്, ആരാണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലത്, എങ്കിലൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നമ്മളുണ്ടാകത്തില്ല. ഈ പ്രകൃതിയൊക്കെ ദൈവം ഉണ്ടാക്കിയതാണ്. ഇതൊന്നും വിവരിച്ചു കൊടുക്കാനൊന്നും ഈ പിതാവിന് അറിയില്ല. എങ്കിലും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു,
ആരും പാപം ചെയ്ത് പാപവഴിയിൽ നടക്കരുത്. ഇയ്യോബിൻ്റെ കാലത്ത് ഇയ്യോബ് തൻ്റെ മക്കളെ നടത്തിയതുപോലെ കൊർന്നേല്യോസ് തൻ്റെ സകുടുംബം ദൈവഭക്തിയിൽ ജീവിച്ചു. ന്യായപ്രമാണമില്ലാത്തവർക്ക് തങ്ങൾ തന്നെ ഒരു ന്യായപ്രമാണം. അതായത് നമ്മുടെയൊക്കെ പിതാക്കന്മാർ, എനിക്കറിയാം, ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വല്യപ്പൻ വല്യമ്മച്ചി എന്ത് നല്ല മനുഷ്യരാണ്. ഇന്ന് അങ്ങനെയുള്ളവരെ കാണാൻ വളരെ കുറവായിരിക്കും. കാരണം പാപം പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ തലമുറകൾ, ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയിലോട്ട് വന്ന് പാപത്തിൻ്റെ വാക്കുകളെ പറയൂ, പാപം നിറഞ്ഞ കലർന്ന തമാശയെ പറയൂ. അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നവർ വളരെ കൃത്യതയും ഡിസിപ്ലിനും, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരും, ആരോടാണെന്നറിയില്ല, എല്ലാവരും അമ്പലത്തിലുള്ള പോകണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് പോകും. എല്ലാവരും അതിരാവിലെ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും. എല്ലാവരും ഭക്തിയുള്ളവരാണ്, നല്ല മനുഷ്യർ. മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാതെ സ്വയം സൂക്ഷിക്കുന്നവരൊക്കെ ഞങ്ങളൊക്കെ പാർത്ത ഗ്രാമങ്ങളിൽ വളരെ ഉണ്ടായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോഴും എല്ലാ തലമുറകളിലും തങ്ങളെ തന്നെ സൂക്ഷിച്ച, ദൈവത്തെ ശരിക്കും അറിയില്ലെങ്കിലും ഒരു ദൈവമുണ്ടെന്ന് ഭയപ്പെട്ട് ജീവിച്ചിരുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നവരുടെ തലമുറകൾ ഇന്നുള്ളവർ, എന്നെ കേൾക്കുന്നവർ പറയും, ശരിയാണ്, ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. അവർക്ക് ബൈബിളായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും അവർ വളരെ ഡിസിപ്ലിനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. തെറ്റായ ഒരു വഴിയിലേക്ക് പോകാൻ ഞങ്ങളെ അനുവദിച്ചില്ല. വളരെ നന്നായി ഞങ്ങളെ വളർത്തി. ഞങ്ങളുടെ മുമ്പിൽ നല്ല മാതൃക ജീവിതം കാഴ്ചവെച്ചു. എല്ലാറ്റിനും ഒരു പ്രതിഫലമൊക്കെ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ വചനമാണ്. ന്യായപ്രമാണം തങ്ങൾക്ക് തന്നെ അവരൊരു ന്യായപ്രമാണമായി. ന്യായപ്രമാണത്തിലുള്ളത് അവർ സ്വഭാവത്താൽ ചെയ്തു. ഇതാ കൊർന്നേല്യോസ് അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 3-ാം വാക്യത്തിൽ, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. കൊർന്നേല്യോസിൻ്റെ അടുക്കൽ ഒരു ദൈവദൂതനെ ദൈവം അയച്ചു. എന്നിട്ട് പറഞ്ഞു, തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന് മറുപേരുള്ള ആ ശീമോനെ വിളിക്ക്. അവൻ നിന്റെ രക്ഷയ്ക്കുള്ളത് പറഞ്ഞു തരും. അപ്പോൾ ജീവിതം പവിത്രമായി സൂക്ഷിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയും കൂടി ദൈവമായിട്ടുണ്ടാക്കി തരും. അതായത് നന്നാകാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു വിടുതലുണ്ടാകും. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാം നന്നാകണം, ഉയരണം, ദൈവത്തോട് അടുക്കണം, ദൈവത്തെ അറിയണം. എന്നാൽ എനിക്ക് ദൈവത്തെ അറിയില്ല, എനിക്ക് ബൈബിൾ വായിച്ച മനസ്സിലാകില്ല, അതൊന്നൊരു വിഷയമല്ല. ദൈവം അതിനുള്ള വഴിയൊരുക്കും. ഷണ്ണൻ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ പോയി ആരാധിക്കാൻ ചെന്നാൽ അവിടെ പ്രാകാരത്തിൽ പോലും നിർത്തത്തില്ല. കാരണം ജാതികൾക്കുള്ള പുറത്തെ പ്രാകാരമുണ്ട്. യെരുശലേം ദേവാലയത്തിന് 3 ഭാഗമുണ്ട്. ഒന്ന് പ്രാകാരം, അതിൽ എല്ലാ യഹൂദന്മാർക്കും നിൽക്കാം. അടുത്തത് വിശുദ്ധ സ്ഥലം, അതിൽ ലേവ്യർക്ക് മാത്രമുള്ളത്. അടുത്തത് അതിപരിശുദ്ധ സ്ഥലം, അത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനുള്ളത്. അപ്പം ഇതിനകത്ത് എവിടെയാണ് ഷണ്ണന് നിൽക്കാൻ? ഷണ്ണന് ജാതികൾക്കുള്ള പുറത്തെ പ്രാകാരം. ദേവാലയത്തിൽ അവസരമില്ല, വെളിയിലൊരു സ്ഥലത്ത് എങ്കിലും, പുറത്തെങ്കിൽ പുറത്ത്, ഞങ്ങളെ അകത്ത് കയറ്റിയില്ലെങ്കിലും പുറത്തെങ്കിലും നിൽക്കാമല്ലോ എന്ന് പറഞ്ഞ് വിലമുടക്കി ഇറങ്ങിയവൻ തിരിച്ചു വരുമ്പോൾ ദൈവം ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സുവിശേഷകനെ, ഏറ്റവും നല്ലൊരു അഭിഷിക്തനെ,
ഏറ്റവും കൃപയുള്ള ഒരുവനെ, ഒരു പട്ടണത്തെ മുഴുവനും സന്തോഷം കൊണ്ട് നിറച്ച ഒരുവനെ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 8:8. ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് ഒരു പട്ടണത്തെ സുവിശേഷം കൊണ്ട് സന്തോഷത്തിലാഴ്ത്തിയ, ആഘോഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഫിലിപ്പോസിനെ നേരെ ഈ ഷണ്ണൻ്റെ അടുക്കലേക്ക് വിടുകയാണ്. ഒരുവൻ നന്നാകണമെന്ന് മനസ്സ് വെച്ചാൽ അവൻ്റെ വഴിയിൽ ദൈവകാര്യം ചെയ്യും. അവൻ്റെ വീട്ടിലേക്ക് ദൈവം ദൂതനെ അയക്കും. ഒരുവന് നന്നാകണമെന്ന് മനസ്സുണ്ടെങ്കിൽ, ഇന്നത് ഞാൻ പറയുമ്പോൾ ആർക്കൊക്കെയോ രക്ഷപ്പെടണം, നന്നാകണം, നന്നായിട്ട് ജീവിക്കണം മനസ്സുണ്ടോ? കർത്താവ് ചോദിക്കുന്നത് അതാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്നവനോട് ചോദിച്ച കർത്താവ് ചോദിക്കുന്നു, നിനക്ക് നന്നാകാൻ മനസ്സുണ്ടോ? ഞാൻ അതിനുള്ള വഴിയൊരുക്കും. ഇന്നത് കേൾക്കുന്ന പലരും രക്ഷപ്പെടും, നന്നാകും. നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകും. നിങ്ങൾ എടുക്കുന്ന റിസ്ക്കാണത്. കൊർന്നല്യോസ് കുടുംബം ദൈവഭയത്തിൽ ജീവിക്കുകയാണ്. അവന് ദൈവത്തെ അറിയില്ല, എങ്കിലും പ്രാർത്ഥിക്കുക. കൊച്ചുനാൾ പോലും തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഇത്രയും വർഷമായിട്ട് ഒരു അനുഭവമില്ല. പേടിക്കരുത്. ആ വീട്ടിൽ ദൂതൻ ഇറങ്ങി വളരെ ദാഹത്തോടെ. ഇത്രയും തിരക്കുണ്ടെന്ന് പറഞ്ഞ് മാറാം. ഷണ്ണന്, ഞാൻ ഒരു വലിയ തിരക്കുള്ളൊരു മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് ആരാധനയ്ക്ക് സമയമില്ല എന്ന് പറഞ്ഞൊഴിയാം. ഇല്ല, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ തിരക്ക്. ദൈവം എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു ആര്? ഷണ്ണൻ. ആ ഷണ്ണന് വേണ്ടിയാണ് കർത്താവ് വാതിൽ തുറന്നത്, ഫിലിപ്പോസിനെ അയച്ചത്. തേരിൽ കയറ്റി ഇരുത്തി ഷണ്ണൻ വായിച്ച ഭാഗത്ത് നിന്ന് വചനങ്ങളുടെ വെളിപ്പാടുകൾ പറഞ്ഞുകൊടുത്തു. ഷണ്ണൻ സ്നാനപ്പെട്ട് ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഫിലിപ്പോസിന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നവർക്ക് ഞാൻ നന്നായി ജീവിക്കും, ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കും എന്ന തീരുമാനമെടുത്താൽ ദൈവം വഴികളൊക്കെ തുറന്നു തരും. നിങ്ങൾക്കിപ്പോൾ റോമാലേഖനത്തിൻ്റെ ഓരോ വാക്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? ഇതാണ് കർത്താവ്. കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇതിൽ നിന്ന് നമ്മളോട് ദൈവം ഇടപെടുകയാണ്. ദൈവം നല്ലവനായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കണം. എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിനോട് അടുക്കും. എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരും. ആരോടാണെന്ന് പറഞ്ഞിട്ടില്ല, ആരായാലും ദൈവത്തോട് അടുക്കാൻ മനസ്സുള്ളവരോട് ദൈവം അടുക്കും. അതാണ് കൊർന്നല്യോസും ഷണ്ണൻ്റെയും ചരിത്രം. അടുക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് ഈ ആഴ്ച ദാനം തന്നതിനായി നന്ദി. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കൂടുതൽ യേശുവിനോട് അടുക്കുവാൻ, കൂടുതൽ കൃപകൾ പ്രാപിപ്പാൻ, കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ അങ്ങ് കൃപയും ശക്തിയും സമാധാനവും വർദ്ധിപ്പിച്ചു കൊടുക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കൂടി ഇരിക്കണം. ഇനി വരുന്ന ആഴ്ചകൾ അവർക്ക് ജയമായി മാറണം. സൗഖ്യങ്ങൾ കാണട്ടെ. അവരുടെ കുടുംബം ഐശ്വര്യമുള്ളതായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കടന്നു വരണം. അനുഗ്രഹിക്കപ്പെടണം. ഗോഡ് ബ്ലെസ് യു. நிறைவான ஆவியானவரே, நீர் வரும் போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே, நீர் வரும் போது குறைவுகள் மாறுமே. நீர் வந்த சூழ்நிலை மாறுமே. முடியாததும்
വനാന്തിരം വനാന്തിരം വയൽവെളിയാകുമേ. പാഴാന്നത് പാഴാന്നത് പയിർനിലമാകുമേ. വനാന്തിരം വനാന്തിരം വയൽവെളിയാകുമേ. പാഴാന്നത് പയിർനിലമാകുമേ. നീർ വന്നാൽ നീർ വന്നാൽ സൂழ்நிலை മാറുമേ. முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நிறைவே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ഒരിക്കൽ കൂടി പാടാമോ? വനാന്തിരം വനാന്തിരം വയൽവെളിയാകും. സാഹചര്യത്തെ നോക്കി പാടിയട്ടെ. പാഴാന്നത് പയിർനിലമാകും. പരിശുദ്ധാത്മാവിനാൽ വനാന്തിരം വയൽവെളിയാകുമേ. പാഴാന്നത് പയിർനിലമാകുമേ. നീർ വന്നാൽ സൂழ்நிலை മാറുമേ. முடியாததும் சாத்தியமா. நீர் வந்தால் நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகும். நிறைவே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே நீர் வாருமே. நீர் வாருமே. நீர் வாருமே. Jesus. ஆவியானவரே நீர் வாருமே. நீர் வாருமே. நீர் வாருமே. ஆவியானவரே நீர் வாருமே. நீர் வாருமே. நீர் വാരും. അവരുടെ ജനത്തിന്റെ മേൽ നീർ വാരുമേ. ഞങ്ങൾ വാഴ്ചയോടെ ദാഹത്തോടെ പാടുന്നു. നീർ വാരുമേ. നീർ വാരുമേ. നീർ വാരുമേ. ആവിയാനവരേ സകലത്തിന്റെ നിറവിടം ഉറവിടമേ. സകലത്തിന്റെ നിറവേ ഈ ആരാധന നടുവിൽ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ. ഓരോരുത്തരും നിറയപ്പെട്ടെ. സഭ ഒന്ന് ആഗ്രഹിച്ചാട്ടെ. അളവ് കൂടാതെ പകരുന്ന പിതാവ്, പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുന്ന പിതാവ്. നമുക്കിത് പരിശുദ്ധാത്മാവിനെ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. യേശുവിനോട് പറഞ്ഞിട്ട് അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെ ഞങ്ങളെ എങ്ങോട്ടും അയക്കല്ലേ അപ്പാ. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഓ ശാന്ത